കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ എന്ന ഗ്രാമത്തിൽ 3000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗോത്ര സമുദായം ജീവിച്ചിരുന്നു എന്ന പുരാവസ്തു ഗവേഷകരുടെ കണ്ടെത്തലുകളാണ് നിങ്ങൾക്ക് മുൻപിൽ ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഗോത്ര സമുദായവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കണ്ടെത്തലുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കൊടക്കല്ല്, കുളങ്ങൾ, ദേവീ ചൈതന്യമുള്ള കല്ല്, 1000 വർഷം പഴക്കമുള്ള മധുരക്കാഞ്ഞിര മരം, സർപ്പക്കാവ്, നെൽവയലുകൾ, ഭക്ഷണം അരച്ചെടുക്കാൻ പാറപ്പുറത്ത് ഉപയോഗിച്ചിരുന്ന കുഴികൾ എന്നിങ്ങനെ നിരവധിയാണവ. കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ ഗ്രാമത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണിത്. ഇത് ഏകദേശം 3000 വർഷത്തോളം പഴക്കമുണ്ട്. 3000 വർഷത്തിന് മുൻപ് ഇവിടെ ഒരു ഗോത്ര സമൂഹം താമസിച്ചിരുന്നതായി ഇതിനുള്ള തെളിവുകളുണ്ട്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഒരു കൊടക്കല്ലുണ്ട്. ഗോത്രത്തലവൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചതും അതുപോലെ തന്നെ ഗോത്രത്തലവൻ ഉപയോഗിച്ചതുമായ ആയുധങ്ങൾ എല്ലാം അടക്കം ചെയ്ത സ്ഥലമാണ് ഈ കൊടക്കല്ല് എന്ന് പറയുന്നത്. കൊടക്കല്ല് എന്ന് പറഞ്ഞാൽ 4 കല്ലുകളും അതിന് മേലെ ഒരു കൊട ആകൃതിയിലുള്ള ഒരു വലിയ കല്ലും ചേർന്നാണ് ഈ കൊടക്കല്ല്. അതിനടുത്ത് തന്നെ ഒരു കാവുണ്ട്. അതായത് ഗോത്ര സമൂഹങ്ങൾ ആരാധിച്ചിരുന്ന സർപ്പക്കാവ് അറിയപ്പെടുന്നു. ഏകദേശം ഒരു 3000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. ഈ കൊടക്കല്ലിന് തെക്ക് ഭാഗത്തായി നെൽവയലുകൾ ഉണ്ടെന്നതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ കാവിനരികില് സർപ്പത്തെ ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ അവര് കുഴിച്ച കുളങ്ങളുണ്ട്. അതുപോലെ തന്നെ 1000 വർഷത്തോളം പഴക്കമുള്ള മധുരക്കാഞ്ഞിരം അല്ലെങ്കിൽ കറുവപ്പട്ട ഇനത്തിലുള്ള മരങ്ങളും ഇവിടെയുണ്ട്. ഇതിനുശേഷം ഇത് ബൈന്ദൂരിൽ നിന്ന് ഒരു ജനവിഭാഗം ഇവിടത്തേക്ക് പലായനം ചെയ്തതായി പറയപ്പെടുന്നു. ബേത്തൂർ തറവാട് വിഭാഗക്കാർ. അവരുടെ കൈവശമാണ് ഈ കാവ് ഇപ്പോൾ ഉള്ളത്. അവരിവിടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കാവിനകത്ത് ഒരുപാട് പക്ഷികളും ചെറിയ ചെറിയ ഇഴജന്തുക്കളും ഒക്കെ കാണപ്പെടുന്നു. നിശബ്ദമായ ഒരു താഴ്വരയായാണ് ഈ കാവ് എന്നും അറിയപ്പെട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3000 വർഷത്തോളം പഴക്കം ഈ കാവിനുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ചരിത്രകാരന്മാർ സന്ദർശിക്കുകയും അവരിതിന്റെ ചരിത്രത്തെ കുറിച്ച് പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മേലെ തന്നെ ഒരു വലിയ പാറക്കെട്ടുണ്ട്. അവിടെയാണ് ഈ ഗോത്ര സമൂഹം താമസിച്ചിരുന്നതെന്നായി കരുതപ്പെടുന്നത്. അവിടെയും ചില വ്യക്തമായ തെളിവുകളുണ്ട്. അതായത് അവരെ മൃഗങ്ങളെ വേട്ടയാടി അരച്ച് അത് ഉപയോഗിക്കുന്ന ചില കുഴികളുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലെ ഗ്രൈൻഡർ. അതിന് പകരം അവർ പാറക്കല്ലിൽ ചെറിയ ചെറിയ കുഴികളാക്കി അവിടെ മാംസങ്ങളും അതുപോലെ തന്നെ പഴങ്ങൾ ഇതൊക്കെ ഇടിച്ച് ഉണക്കി കഴിച്ചിരുന്നതായി വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണാൻ സാധ്യമാണ്. ഏകദേശം 1500 വർഷം മുൻപ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് അടുത്തുള്ള ബൈന്ദൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങോട്ട് പലായനം ചെയ്തതായി പറയപ്പെടുന്നു. അവർക്ക് ദേവി ഒരു മൂകാംബിക വിഗ്രഹം നൽകുകയും അവർ വർഷങ്ങളോളം യാത്ര ചെയ്ത് ഈ കാവിനകത്ത് ഒരു പ്രതിഷ്ഠിക്കുകയും ചെയ്തതായി വ്യക്തമായ തെളിവുകളുണ്ട്. ഇവിടെ ഒരു ക്ഷേത്ര കുളമുണ്ട്. ആ കുളം നന്നാക്കുന്ന സമയത്ത് ദേവിയുടെ പ്രതിഷ്ഠാ ഫലകം ലഭിക്കുകയുണ്ടായി. ഇപ്പോഴവർ യോഗം ചേർന്നുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കി ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാവിന് മൊത്തമായി ഏകദേശം 1.5 ഏക്കറോളം സ്ഥലമുണ്ട്. 1.5 ഏക്കർ സ്ഥലവും മരങ്ങളും പുല്ലിനത്തിലുള്ള ചെടികൾ കൊണ്ട് സമൃദ്ധമാണ്. അതുപോലെ തന്നെ നല്ല ജലാശയമാണ്. വേനൽക്കാലത്ത് പോലും നല്ല തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത്.
രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.